നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ പാളികളുമായി ബന്ധപ്പെട്ട അന്വേഷണം ബാംഗ്ലൂരിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 പാളികൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയതായി സൂചന. തിരികെ സന്നിധാനത്ത് എത്തിച്ചത് മറ്റൊരു കവചമാണ് എന്നാണ് സംശയം. ദേവസ്വം വിജിലൻസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1998 വിജയ് മല്യ സംഭാവന ചെയ്ത സ്വർണ്ണ കവചം എവിടെ എന്നതാണ് നിർണായകം. 2019 ഉത്തരവിലും മഹസറിലും ചെമ്പ് പാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണം ചെമ്പായത് എങ്ങനെ എന്ന് വ്യക്തമാകുമോ? കള്ളന്മാരുടെ ചെമ്പ് തെളിയുമോ? ഈ ചർച്ചയിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ B ഗോപാലകൃഷ്ണൻ BJP എന്നിവർ. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ശബരിമല ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നാണ് ഇത്രയും വലിയ മോഷണത്തിന്റെ വാർത്തകൾ ഓരോ ദിവസമായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. 2019 ശബരിമലയിൽ നിന്ന് ഇളക്കി കൊണ്ടുപോയിട്ടുള്ള ദ്വാരപാലക ശില്പ കവചങ്ങളല്ല തിരിച്ചെത്തിച്ചിട്ടുള്ളത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദികളെ തേടി എവിടെ പോകണം? ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണോ ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്? അത്ര ലാഘവബുദ്ധിയോടുകൂടിയല്ല ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. അതിന് വ്യവസ്ഥകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ പാളികളിലെ നിറമങ്ങിയ സ്വർണ്ണപ്പാളികൾ അതിൻ്റെ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നത്. അതൊക്കെ വളരെ രേഖാപരമായിട്ട് തന്നെയാണ്. ഒരു സെക്കൻഡ് ഒന്ന് ഇടപെട്ടോട്ടെ ശ്രീ KT. താങ്കൾ ഈ പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ചല്ല, ദേവസ്വം മാനുവൽ പറയുന്നത് അനുസരിച്ചല്ല ഈ പറഞ്ഞ കാര്യം നടത്തിയതെന്ന് പറയുന്നത് K അനന്തഗോപനാണ്. CPIM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിട്ടുണ്ട്. അപ്പോൾ പത്മകുമാറിന്റെ കാലത്ത് നടന്ന കാര്യം ദേവസ്വം മാനുവൽ അനുസരിച്ചുള്ളതല്ല, വ്യവസ്ഥകൾക്ക് വിധേയമല്ല എന്ന് K അനന്തഗോപന് തന്നെ ബോധ്യമുണ്ട്. താങ്കൾക്ക് ആ ബോധ്യമില്ലായ്മ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പം നമുക്ക് പുറത്തു വന്നിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ വിശദീകരണത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് വളരെ കൃത്യമായിട്ട് സ്പോൺസറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതിന് വാറണ്ടിയുണ്ട്, 40 വർഷത്തെ വാറണ്ടിയുണ്ട്. ഇത് ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിൻ്റെ നിറമങ്ങിയ അവസ്ഥ പരിഹരിക്കാം, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇത് കൊണ്ടുപോയ ഒരു സാഹചര്യം, മണ്ഡലമകല വിളക്ക് അതാ കൃത്യമായിട്ട് തിരിച്ചെത്തിച്ചില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇത് ചെന്നൈയിലെ ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ ഇലക്ട്രോപ്ലേറ്റിംഗ് വർക്കുകൾ നീണ്ടുപോയത്. പക്ഷേ അത് പിന്നീട് മനസ്സിലായത് ഇദ്ദേഹം അത് 30 ദിവസം വൈകിച്ചു. ആ വൈകിച്ച ദിവസങ്ങൾക്കകത്ത് ഇദ്ദേഹം അത് എന്തൊക്കെ ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിരുന്നാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിനെതിരായിട്ട് അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിവാദപരമായ ഒരു പ്രസ്താവന ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളിലേക്ക് നമ്മളെല്ലാം എത്തിച്ചത്. അപ്പോൾ ശബരിമലയിലെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ അന്വേഷണത്തിലുള്ളതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണറുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ കൂടിയാണ് ഈ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്ന്, ഒരു തവണയല്ല, ഇത് രണ്ടാമത്തെ തവണയാണ് ഈ പാളികൾ കൊണ്ടുപോയത്. ഈ രണ്ടാമത്തെ തവണ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ കാലത്ത് ഈ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനെ പറ്റിയാണ് അങ്ങ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും പ്രശ്നമാണ്. കാരണം ദേവസ്വം കമ്മീഷണറുടെ അനുമതി കൂടാതെ, അദ്ദേഹത്തെ അറിയിക്കാതെ ഈ പ്രവൃത്തി ശബരിമലയിൽ നിന്ന് ഇങ്ങനെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊണ്ടുപോയതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുക്കുകയും ഹൈക്കോടതി ആ കേസിന്റെ അടിസ്ഥാനത്തിൽ KT ശങ്കരൻ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയെ, ഒരു കമ്മീഷനെ ഈ വരവ് ചെലവ് കണക്കുകളും അതുപോലെ തന്നെ മൂല്യവും തിട്ടപ്പെടുത്താൻ നിയോഗിക്കുകയും ചെയ്തു. ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം 2019 സമാനമായ വിധത്തിൽ ഈ പാളികൾ കൊണ്ടുപോവുകയും കൊണ്ടുപോയ പാളികളല്ല തിരികെ വന്നിട്ടുള്ളത് എന്നിപ്പോൾ ദേവസ്വം വിജിലൻസിന് തന്നെ ബോധ്യമാവുന്ന വിധത്തിൽ കള്ളക്കളി അവിടെ അരങ്ങേറുകയും ചെയ്തു. 99 വിജയ് മല്യ വഴിപാടനുസരിച്ച് സ്വർണം കവചം ചെയ്തതാണ് ഈ ദ്വാരപാലക ശില്പത്തിൽ. ആ സ്വർണം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും ദേവസ്വം ബോർഡിന്റെ മഹസറിലും പറയുന്നത് ചെമ്പ് പാളികൾ എന്നാണ്. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ, 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ സ്വർണം എങ്ങനെ ചെമ്പായി എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും ഉത്തരം പറയും? അല്ല, ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ടതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന വിശദീകരണം അനുസരിച്ച് അപ്പോൾ അവിടെ ട്രാൻസ്ഫറായി വന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സ്പെഷ്യൽ കമ്മീഷണറോട് ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അപ്പോൾ അറിവില്ലായ്മ ഒരു കാരണവശാലും എന്താണത് എക്സ്ക്യൂസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവം എന്തുകൊണ്ട് ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിലാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, വിഗ്രഹവും ശ്രീകോവിലും അതിൻ്റെ പാളികളും എല്ലാം തന്നെ സമ്പൂർണ്ണമായി തന്ത്രിമാരുടെ നിയന്ത്രണത്തിലുള്ള, അവരുടെ അധികാരത്തിന് കീഴിലുള്ള ഒന്നാണ്.
ദേവസ്വം ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതി സംവിധാനം ഈ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിലാണ്. ഈ കാര്യത്തിൽ ഒരു ആരാധനാലയത്തെയും അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സമർപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സ്വർണ്ണ പാളികളെയൊക്കെ തന്നെ തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അത്തരമൊരു ഗാങ്ങിൻ്റെ അത്തരമൊരു ലോബിയുടെ ആളാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ നമുക്ക് പുറത്തു വരും. അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്നുള്ളതാണ് അങ്ങയുടെ നിലപാട്. ജ്യോതികുമാർ ചാമക്കാല, ഇപ്പം മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത് തന്ത്രി, മേൽശാന്തി, പിന്നെ ഈ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആളുകളാണ്. ഇത് ആരുടെയൊക്കെ താല്പര്യം എന്നുള്ളത് അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് ബോധ്യമാവുന്ന ഒരു കാര്യം, 2019 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവനുസരിച്ച് അഴിച്ചുകൊണ്ടുപോയ വിജയ് മല്യ സംഭാവന ചെയ്ത പാളിയല്ല പിന്നീട് ചെന്നൈയിൽ അറ്റകുറ്റപ്പണി നടത്തി തിരികെ വന്നത് എന്നുള്ളതാണ്. 2019 തന്നെ ഒരു വാർത്താ റിപ്പോർട്ട് പറയുന്നു, ബാംഗ്ലൂരിലുള്ള മറ്റൊരു ബിസിനസ്മാൻ ഹൈദരാബാദിൽ നിന്ന് തയ്യാർ ചെയ്തിട്ടുള്ള ചെമ്പ് പാളികളിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് സ്വർണം പൂശി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് അതാണ് പിന്നീട് സന്നിധാനത്ത് കൊണ്ടുപോയി ഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ആദ്യത്തെ വിജയ് മല്യ സംഭാവന ചെയ്ത പാളി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മുകളിലോട്ട് നോക്കാനേ വഴിയുള്ളൂ. അഭിലാഷ, ഇത് ഓരോ നിമിഷം കഴിയുന്തോറും ഓരോ ദിവസം കഴിയുന്തോറും ഈ വിഷയം കൂടുതൽ സങ്കീർണമായി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിന് തൊട്ടു മുമ്പ് CPM-ന്റെ പ്രതിനിധി സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചതിൽ ഗൗരവമുള്ള ഒരു ആക്ഷേപം, ആരോപണം അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ഒരു വാചകം അദ്ദേഹം ഇതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും ചുമതല തന്ത്രിക്കാണ്, ഞങ്ങൾക്ക് ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ ചോദ്യം, ഈ 2019 ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ചെമ്പായിരുന്നു എന്ന് നിങ്ങളുടെ ഈ മഹസറിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സർക്കാർ ഇറക്കിയ ഉത്തരവിലുണ്ട്. ദേവസ്വം കമ്മീഷണർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടുപോയത് ചെമ്പാണെന്നാണ്. എന്നാൽ 1999 98 ആരംഭിച്ച് 99 സ്വർണം പൂശി കിട്ടിയ ഈ പാലകരുടെ ഗജപാലകരുടെ പ്രതിമ അല്ലെങ്കിൽ സ്തൂപം രണ്ടു വശത്തും ഉണ്ടായിരുന്നതിൽ എന്തുകൊണ്ടാണ് ദ്വാരപാലകരുടെ സ്തൂപത്തിൽ ഇത്തരത്തിൽ സ്വർണം പൂശിയിരുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മാതൃഭൂമിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. മാതൃഭൂമിയുടെ പത്രത്തിൽ തന്നെ നേരത്തെ തന്നെ 99 തന്നെ ഇത്തരത്തിൽ സ്വർണം പൂശിയിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയത് തന്നെ ഒരു സ്പോൺസർ വന്നു. ആ സ്പോൺസറുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ വന്നതാണ്. ഈ സ്പോൺസറിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ഇത്തരത്തിൽ ഈ ദ്വാരപാലകരുടെ പ്രതിമകൾ അല്ലെങ്കിൽ ആ ബിംബങ്ങൾ ആ ദ്വാരപാലകരുടെ ഇതുമായി ബന്ധപ്പെട്ട രണ്ടു വശവുമുള്ള പ്രതിമകൾ കൊടുത്തയക്കുകയാണോ? ശരി, കൊടുത്തയക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ നോക്കൂ, ഇത് എപ്പോഴാണ് പിടിക്കപ്പെടുന്നത്? 99 ഇത്തരത്തിൽ അദ്ദേഹം സ്വയം എടുത്തുകൊണ്ട് പോകുന്നു, കൊണ്ടുപോയി ബാംഗ്ലൂർ കൊണ്ടുവന്നു പറയുന്നു, ഏതായാലും ചെന്നൈ കൊണ്ടുവന്നു പറഞ്ഞു, സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. അതിനു മുമ്പ് ഇത്തരത്തിൽ ഇത് ചെമ്പായിരുന്നു എന്ന് സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. അപ്പോ ഏറെ ദുരൂഹത നിറഞ്ഞ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയുടെ ഭാഗമായത്, ഇത്തരത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമായത്? അദ്ദേഹത്തെ വിശ്വസിച്ച് എങ്ങനെയാണ് സർക്കാർ ഉത്തരവിറക്കി ഈ ദ്വാരപാലകരുടെ ബിംബം കൊടുത്തയച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വേണ്ടേ? അതിനകത്ത് നിങ്ങൾ ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമുണ്ടോ? ഞങ്ങൾ മാത്രമല്ലോ പറയുന്നത്, അനന്തഗോപൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു ആക്ഷേപം, ആരോപണം അത് നാൾക്ക് നാൾ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം സ്വർണം ചെമ്പ് തെളിഞ്ഞു വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും ഇതിന്റെ പിന്നിലെ ഒരുപാട് നമുക്ക് വിശദീകരണം ആവശ്യമുള്ള, തെളിവുകൾ ആവശ്യമുള്ള, നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇത് ആരുടെങ്കിലും എടുക്കൊണ്ടു വന്നാണോ? അല്ല, ഇത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നുണ്ടായതാണ്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ടത്? ഹൈക്കോടതി ചുമതലപ്പെടുത്തിയുള്ള സ്പെഷ്യൽ കമ്മീഷണർ 99 സ്വാഭാവികമായിട്ടും വിജയ് മല്യ അവിടെ വന്ന് ഇത് സ്വർണം പൂശി കൊടുത്തു. അതിനുശേഷം 2019 ഇത് കൊണ്ടുപോകുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞതുപോലെ വേണ്ടത്ര ആലോചനകൾ നടത്തുകയോ വേണ്ടത്ര കൂടിയാലോചന, ഇതിനകത്തൊരു വലിയ തട്ടിപ്പ് അതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ള നമുക്ക് ആർക്കും സംശയമില്ല. മാത്രമല്ല ഈ 39 ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതും കൊണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും ഇപ്പൊ ഒരാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ബാംഗ്ലൂർ കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തോന്നുന്നത് പോലെ കൊണ്ടുപോകാനുള്ളതാണോ? ഒരിക്കൽ സ്ഥാപിച്ചിട്ടുള്ള, ഒരിക്കൽ സ്വർണം പൂശിയ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ദ്വാരപാലകരുടെ പ്രതിമയും പീഠവും മാത്രമല്ല, ഇത് കൊണ്ടുപോയതിനു ശേഷം തൂക്കം എടുക്കുമ്പോൾ 4 കിലോ 1740 ഗ്രാമിന്റെ കുറവും വന്നിരിക്കുന്നു. അത് സ്വർണ്ണമല്ലെന്ന് വിശ്വസിക്കാൻ തരമില്ല എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം ഹൈക്കോടതി ജസ്റ്റിസ് KT ശങ്കറിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നു.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇവിടെ രണ്ടാമത്തെ തവണയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ രണ്ടാമത്തെ തവണ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ പറയുന്നത് ഇത് ഞങ്ങളുടെ എന്റെ കൈവശം തന്നുവിട്ടാൽ ഞാൻ പഴയതുപോലെ ഞാൻ തന്നെ കൊണ്ടുപോയി റെഡിയാക്കിക്കൊള്ളാം, ഞാൻ തന്നെ കൊണ്ടുപോയി അങ്ങനെ റെഡിയാക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുന്നു. ആരുടെയോ നല്ല സമയത്തിന് അങ്ങനെ കൊടുത്തുവിടാതിരിക്കുന്നു. തുടർന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അറിയിക്കാതെയാണ് കൊണ്ടുപോയെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതി അതിന്റെ വിശദീകരണങ്ങൾ ചോദിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിൽ പിൻകാലങ്ങളിൽ നടന്നിട്ടുള്ള, അതായത് 6 വർഷം മുമ്പുള്ള തട്ടിപ്പിനെ സംബന്ധിച്ച് പോലും സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഹൈക്കോടതി സംശയം ഉണ്ടായതിനെ തുടർന്ന് മാത്രമാണ് ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഞാൻ അവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ ഭാഗ്യമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷണറെ നിയോഗിച്ചത് തന്നെ. കാരണം അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും കണ്ടുപിടിക്കില്ലല്ലോ. അപ്പൊ ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി? ഒരു സ്പോൺസർ എന്ന് കെറ്റി കുഞ്ഞുകണ്ണ് പറഞ്ഞു പോകാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? നിങ്ങൾ പുറത്തു തരുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം അവിടെ കീഴ്ശാന്തിയുടെയും ശാന്തിമാരുടെയും ഒക്കെ സിൽബന്തിയായി അവിടെ കൂടി പലർക്കും പാദസേവ ചെയ്ത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ. ഈ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ ഒരു ബ്ലേഡ് മാഫിയ. ആ ബ്ലേഡ് മാഫിയ വന്ന് ഞങ്ങളാണ് സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ ഇവിടെ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? അന്വേഷിച്ചോ? ഞാൻ ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഇത് തന്നയക്കും, ഞാൻ സ്വർണ്ണം പൂശി കൊടുത്തരാന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാനുള്ളതാണോ ഇത്തരത്തിലുള്ള ദൈവികമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലെ ദ്വാരപാലകരെ സംബന്ധിച്ചുള്ള ബിംബങ്ങൾ? അപ്പോ വീഴ്ച തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. ഇത് ദേവസ്വം ബോർഡിൽ മാത്രം ദേവസ്വം ബോർഡിൽ മാത്രം അവസാനിക്കുന്നല്ല. എന്തുകൊണ്ടാ? ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാരിന്റെ പെർമിഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന് പെർമിഷൻ എഴുതുകയും സർക്കാർ പെർമിഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ വന്നിട്ട് പിന്നെ നമ്മുടെ വാസവനെ പോലുള്ള മന്ത്രി വീഴ്ച ഇവിടെ എന്തൊക്കെ സംഭവിച്ചു നമുക്ക് അന്വേഷിക്കണം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തും വീഴ്ച ഉണ്ടെന്നേ. കാലാകാലങ്ങളായി ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിമാർക്കും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ദേവസ്വം വകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ദേവസ്വം വകുപ്പ് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തയച്ചിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ? കൊടുത്തയക്കുമ്പോൾ പോലും ഇത് ചെമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തൂക്കി നോക്കിയിട്ടില്ല. അപ്പോ ഇത്തരത്തിൽ കിലോ കണക്കിന് സ്വർണത്തിന്റെ നഷ്ടം വന്നു എന്ന് കോടതി പോലും പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയിരിക്കുന്ന ഈ സംഭവത്തെ സംബന്ധിച്ച് പിന്നീടുള്ള ഗൂഢാലോചന കണ്ടെത്തിയേ മതിയാകൂ. ഇതിനകത്ത് ദേവസ്വം ബോർഡിനുള്ള പങ്ക് നിഷേധിക്കുക അസാധ്യമാണ്. ദേവസ്വം ബോർഡിന് മാത്രമല്ല ദേവസ്വം വകുപ്പിനുള്ള പങ്ക്. ഒറ്റയടിക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ശ്രീ BN വാസവൻ ഒരു പത്രസമ്മേളനം നടത്തിയാൽ മാത്രം അവസാനിക്കുന്നതല്ല വിഷയം. ശരി, ഒരുപാട് വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 98-99 കാലയളവിലാണ് വിജയ് മല്യ 30.3 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിലും അനുബന്ധ സംവിധാനങ്ങളും സ്വർണത്തിൽ കവചിതമാക്കുന്നത്. സ്വർണം പൂശുകയല്ല, സ്വർണം കൊണ്ട് കവചം ചെയ്യിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സ്വർണ്ണ കവചം ഇടിച്ചതിൽ ഒരെണ്ണം ഈ ദ്വാരപാലക ശില്പങ്ങൾ, രണ്ട് ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളായിരുന്നു. അന്ന് പൂശി അല്ലെങ്കിൽ അന്ന് ഈ ഘടിപ്പിച്ച സ്വർണ്ണപ്പാളി എവിടെ? അത് മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. മങ്ങിപ്പോയതിന്റെ ബാക്കി ഉണ്ടാവണമല്ലോ, അതും കാണുന്നില്ല. ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ ഇപ്പോൾ അത് ചെമ്പാണ്. 2019 ഉത്തരവിലും മഹസറിലും അത് ചെമ്പാണ്. അത് കൊണ്ടുപോയതല്ല, തിരികെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ദേവസ്വം ബോർഡ് അതല്ലെങ്കിൽ ശബരിമല ഈ നമ്മളൊക്കെ സൈക്കിളൊക്കെ നന്നാക്കാൻ കൊടുക്കുന്ന ലാഘവത്തിൽ ഒരാളുടെ കയ്യിൽ ഇത് അഴിച്ചു കൊടുത്ത് വിട്ടിട്ട് പിന്നെ വേറൊന്ന് തിരികെ കൊണ്ടുവച്ചു എന്ന് വേണമോ മനസ്സിലാക്കാൻ? വാസ്തവത്തിൽ മഹാകഷ്ടം എന്നല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറയാൻ പറ്റുക? ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ കേരളം ഭരിക്കുമ്പോൾ അതിൻ്റെ വകുപ്പ്, ദേവസ്വം വകുപ്പിന് സുപ്രീം കോടതിയുടെ ഉത്തരവ് നിറവേറ്റാനുള്ള വെമ്പലിൽ യുവതികളെ ശബരിമലയിൽ അർദ്ധരാത്രിയിൽ കയറ്റിയ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഹൈക്കോടതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാത്തത്? ഞാനൊരൊറ്റ കാര്യം ചോദിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അഭിലാഷ് തിരുത്തണം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ CPM-ന്? എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ശബരിമലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില രേഖകളുടെ, ചിത്രങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ, അവിടെയുള്ള ചില ആളുകൾ എന്നോട് നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധമുള്ളയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദ്വാരപാലകന്മാരുടെയും മാത്രം വിഷയത്തിലേക്ക് വരുന്നില്ല. എനിക്ക് ഇന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ തകർക്കുന്ന, അവരുടെ ആചാരപരമായി തകർക്കുന്ന, അവരെ ദൈവികമായി തകർക്കുന്ന, അവരുടെ ക്ഷേത്ര സ്വത്ത് തകർക്കുന്ന, അവരുടെ ക്ഷേത്രത്തിലെ നിധിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഈ കേരളത്തിൽ ഭരിച്ച
എല്ലാ സർക്കാരുകളും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സർക്കാരുകളെല്ലാം ചെയ്തത്, അതിലേറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ സർക്കാരാണ്. 25,000 ഏക്കറാണ്, 1, 2, 3 അല്ല അഭിലാഷേ, 25,000 ഏക്കർ ഭൂമിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കമ്മീഷണറെ വെച്ചു. 1 സെൻറ്റ് ഭൂമി തിരിച്ചെടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 25,000 ഏക്കർ ഹൈക്കോടതിയിലെ അഫിഡവിറ്റാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ഭൂമിയാണ്, ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ്. ഇനി ഞാൻ രണ്ടാമതൊരു കാര്യം പറയാം. ഇപ്പോൾ അഭിലാഷ് ചർച്ച നടത്തുന്നത് ദ്വാരപാളികയെക്കുറിച്ചാണ്. ഈ ദ്വാരപാലകന്മാരുടെ പാളിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. നാളെ നമുക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെയും ചർച്ച നടത്തേണ്ടി വരും. കാരണം എന്താ, അഭിലാഷ് മോഹൻ, നിങ്ങൾ മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വക്താവല്ലേ, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ അന്വേഷിച്ച് വിടണം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇൻവെൻ്ററി ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇൻവെൻ്ററി ഇല്ല. ഏത് ഭക്തൻ എന്തു കൊടുക്കുന്നു അറിയില്ല. ഇതാണ് കേരളത്തിലെ സ്ഥിതി. ഇതാണ് കേരളത്തിലെ സ്ഥിതി. സകല മേഖലയും സകല ക്ഷേത്രങ്ങളെയും കൊള്ള ചെയ്യുക. സർക്കാർ വക കൊള്ള സംഘം, സർക്കാർ വക കൊള്ള സംഘമാണ് വാസ്തവത്തിൽ കേരളത്തിലെ ദേവസ്വം ബോർഡ്. ഞാനൊരു 2-3 കാര്യങ്ങൾ ചോദിക്കുകയാണ്. 2019 ഈ സാധനം ജൂലൈ മാസം കൊണ്ടുപോയി. 40 ദിവസം, അഭിലാഷ് മോഹൻ 40 ദിവസം വൈകി, ഞാൻ സമ്മതിക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് 40.127 കിലോ അതിനകത്ത് സ്വർണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൂക്കി നോക്കേണ്ടതിൻ്റെ ചുമതല ആർക്കാണ്? ദേവസ്വം ബോർഡിനാണോ അല്ലയോ? ദേവസ്വം മന്ത്രിക്കാണോ അല്ലയോ? ഈ സർക്കാരിന് അല്ലല്ലോ. ഒരു മിനിറ്റ്, ഈ സാധനം കൊണ്ടുപോയല്ലോ, ഞാൻ ഈ സാധനം കൊണ്ടുപോയി അല്ല ഒരു മിനിറ്റ്, ഈ സാധനം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് കുറവുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറവുണ്ട് എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള 40 ദിവസം വൈകിച്ച ബാംഗ്ലൂർ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു എന്ന് മാതൃഭൂമി തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഈ മനുഷ്യൻ്റെ കയ്യിൽ വീണ്ടും ഇത് കൊടുക്കണോ? അല്ല അഭിലാഷം, ഞാനൊരു സാമാന്യ ബോധത്തിൽ സംസാരിക്കുകയാണ്. ശബരിമലയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ ശബരിമലയിലൊന്ന് തൊഴാൻ പോലും നമുക്ക് കഴിയില്ല. അത്ര വലിയ തരത്തിലാണ് അവിടെ പലതരത്തിലുള്ള ഏർപ്പാടുകളും ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു ഉണ്ണിക്കൃഷ്ണൻ അങ്ങോട്ട് പോറ്റി ഇങ്ങോട്ട് വരിക, അതഴിക്കുക, അതഴിച്ച് മറ്റേ കീശയിലിടുക, അങ്ങോട്ട് കൊണ്ടുപോവുക. ഏത് സ്വർണത്തിൻ്റെ പാളിയാണെന്ന് തന്നെയാണല്ലോ ഇതുവരെ എല്ലാവരും പറയുന്നത്. അതായത് വിജയ് മല്യ കൊടുത്തത് പാളിയാണ്. മൊത്തം ശ്രീകോവിലിന്റെ മേൽക്കൂര അടക്കം മൊത്തം പൊതിയാൻ 30.3 കിലോഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ 42.8 കിലോഗ്രാം തൂക്കമാണ് ദ്വാരപാലക ശില്പത്തിന്. അതിൽ 397 ഗ്രാമാണ് സ്വർണം. അതെ, സ്വർണം. ആ സ്വർണ്ണപ്പാളി തിരിച്ചു വരുമ്പോൾ ചെമ്പായില്ലേ? ഈ സ്വർണത്തെ ചെമ്പാക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പായി? ഒന്നാമത്തെ ചോദ്യം. 2, അന്ന് തന്നെ 2019 ഈ മനുഷ്യൻ നടത്തിയിട്ടുള്ളത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും കൊടുത്തേക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ പിന്നിലെ ദുരൂഹത എന്ത് ദുരൂഹത? ഇത് ദുരൂഹതയൊന്നും അല്ലെന്ന്. ഇത് ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ. ഇത് ദേവസ്വം മന്ത്രി, ഇത് ദേവസ്വം പ്രസിഡന്റ്, ഇത് ദേവസ്വത്തിൻ്റെ പ്രധാനപ്പെട്ട ആള്, ഇവിടുത്തെ ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന തട്ടിപ്പാണ്. ആ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നിർത്താം. നിലയ്ക്കലിൽ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. നിലയ്ക്കലിൽ ഞാൻ ഇപ്പം സംസാരിക്കുന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാ. നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ സെപ്റ്റംബർ 24 ശേഷം ഓഡിറ്റ് റിപ്പോർട്ടിൽ എത്ര പെട്രോൾ അടിച്ചു അറിയില്ല. കോടതി ചോദിച്ചു എത്ര പെട്രോൾ അടിച്ചു അറിയില്ല. ആർക്കടിച്ചു കൊടുത്തു അറിയില്ല. എത്ര രൂപ ചെലവാക്കി സകല കാര്യത്തിനും കണക്കില്ല. പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ട വിഷയം അതിപ്പോൾ കോടതി എടുത്തിട്ടുണ്ട്. ഇപ്പം മാതൃഭൂമിയുടെ മറ്റൊരു റിപ്പോർട്ടുണ്ട്. എന്താ റിപ്പോർട്ട്? തിരുവാഭരണം രജിസ്റ്ററിൽ ഈ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിമരമുണ്ട്. ആ ക്ഷേത്രം സ്വർണം പൂശും കൊടിമരത്തിൽ. ആ കൊടിമരത്തിൽ എത്ര സ്വർണ്ണമുണ്ട്, എത്ര സ്വർണ്ണമാണ് പൂശിയത് തെളിവില്ല. ഇനി ശബരിമലയല്ല, എല്ലാ ക്ഷേത്രത്തിൻ്റെയും, ശബരിമല അടക്കമുള്ള എല്ലാ ക്ഷേത്രത്തിൻ്റെയും സ്വത്ത് ഭഗവാന്റെയാണ്. ഭഗവാൻ മൈനറാണ്. മൈനറുടെ സ്വത്ത് മൈനറുടെ മുന്നിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ഈ ഭഗവാന്റെ സ്വത്ത്. മൈനറാണ്. മൈനറുടെ സ്വത്ത് എടുത്തു പോകാൻ പാടില്ല. ശബരിമലയിൽ നിന്ന് ഇത് കൊടുത്തു വിട്ടത് ആര്? ശരി, ശബരിമലയിൽ വിട്ടത് ആര്? ശരി, ചോദ്യമാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ.
ഇപ്പോൾ ആ ഉത്തരവിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിലും ഈ അറ്റകുറ്റപ്പണി ചെയ്യാൻ ഉത്തരവാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഉത്തരവ് പുരോഗമിക്കുന്നത്. 2019 കേട്ടോ, 2019 ജൂലൈ മാസം 17-ാം തീയതി, 2019 ജൂലൈ മാസം 20-ാം തീയതിയാണ് ഇത് അഴിച്ചുകൊണ്ട് പോകുന്നത്. മാനുവൽ അനുസരിച്ച് അങ്ങനെ പാടില്ല എന്ന് ദേവസ്വത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള CPM-ന്റെ സമുന്നത നേതാവായിട്ടുള്ള K. അനന്തഗോപൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ദേവസ്വത്തിൽ അവിടെ ഒരു അറ്റകുറ്റപ്പണി ആവശ്യമാണെങ്കിൽ ആ പ്രിമൈസസിൽ തന്നെ ചെയ്യണം, അവിടെ ആളുകൾ വന്ന് ചെയ്യണം. ഇപ്പോൾ മേൽക്കൂരയ്ക്ക് ചോർച്ച ഉണ്ടാവാമല്ലോ, ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ചെയ്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ, അയാളല്ല അതിന്റെ ആക്ച്വൽ സ്പോൺസർ, ഇത് അഴിച്ചുകൊണ്ട് പോകാനും കൊണ്ട് നടക്കാനും പിന്നെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുമ്പിലിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ഉണ്ണികൃഷ്ണ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ, എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അഭിലാഷേ, ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണത്തിന് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഇവിടെ ഗോപാലകൃഷ്ണനും ജ്യോതികുമാർ ചാമക്കാലിയൊക്കെ അതൊരു രാഷ്ട്രീയ ആരോപണമാക്കുകയാണ്. വസ്തുത എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അത് പ്രത്യേകിച്ച് ജ്യോതികുമാർ ചാമക്കാല മനസ്സിലാക്കണം. ഈ ക്ഷേത്രത്തിലെ, ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ആയി ചേർന്ന ദ്വാരപാലക കവചത്തിലാണ് ഈ സ്വർണത്തിന് നിറമങ്ങി തുടങ്ങിയത്. അത് നന്നാക്കണം, നിറമെടുക്കണം എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കാനുള്ള അവകാശം മിസ്റ്റർ ജ്യോതികുമാർ, അത് തന്ത്രിക്കാണ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ തന്ത്ര സമുച്ചയ വിധികളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കാനും അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കാനുമൊക്കെ ദേവസ്വം കമ്മീഷണർക്കും പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിലെ തിരുവാഭരണ കമ്മീഷണർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രം തന്ത്രിയാണ് ഇത് നന്നാക്കാൻ പണികൾ നടത്തുന്നതിന് അനുവാദം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അത് സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്? അതിവിടെ ഗോപാലകൃഷ്ണൻ സ്റ്റോറികൾ ഉണ്ടാക്കുകയാണല്ലോ. ഈ സത്യാനന്തര കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഥകൾ ഉണ്ടാക്കുകയാണല്ലോ. ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നു പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നൽകി, അദ്ദേഹത്തിൻ്റെ മകൾക്ക് നൽകി എന്ന് ഈ ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിയുടെ ഒരു വക്കീല് പത്രസമ്മേളനം നടത്തി നമുക്കറിയാം. ഈ സ്വപ്ന സുരേഷിനെ വെച്ച് അതിനേക്കാൾ താഴ്ന്നു പോകരുത് ഗോപാലകൃഷ്ണ. ഇത് പെട്ടെന്ന് പിണറായി വിജയനുമായി ബന്ധിപ്പിക്കരുത്. പിണറായി വിജയനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എന്ത് ദൃശ്യ തെളിവുകളാണ് ഗോപാലകൃഷ്ണൻ്റെ കയ്യിലുള്ളത്? ഈ ചർച്ചയിൽ അഭിലാഷ് ചോദിക്കണ്ടേ? അത്ര നിരുത്തരവാദപരമായ ഇതുപോലുള്ളൊരു ചർച്ചയിൽ കടന്നു വന്നിട്ട് പിണറായി വിജയന് ബന്ധമുണ്ട്, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ ഇവിടെ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ കാണിക്കാൻ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. തീർച്ചയായിട്ടും അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു നിൽക്കട്ടെ അഭിലാഷേ, വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകരുത്. ശബരിമല ക്ഷേത്രം ഈ സമീപകാലത്ത് വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭക്തരുടെ വർധനമുണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനും ആക്ഷേപിക്കാനും ഇത്തരം പ്രശ്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണോ പ്രതിപക്ഷ ധർമ്മം? അതാണോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം? എന്നാൽ ഈ സംഭവങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടായി? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അന്വേഷിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ 2019 ഈ മിസ്റ്റർ വിജയമല്യ സ്പോൺസർ ചെയ്ത ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് പരിശോധിച്ചപ്പോൾ വിജിലൻസിന് തന്നെ അതിൽ സംശയം വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടന്നു വരുന്നത് ഇതൊരു ക്ഷേത്രമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി ശാന്തി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യം അറിയാത്ത ആളാണോ ഗോപാലകൃഷ്ണൻ? അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മിസ്റ്റർ പിണറായി വിജയനുമായിട്ടല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ളത് മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാർക്കുമായിട്ട് ആയിരിക്കും എന്ന കാര്യം നാളെ പുറത്തു വരാൻ പോകുന്ന കാര്യമാണ്. ഇതുപോലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ഭക്തിയൊക്കെ ഉപയോഗിച്ച് ഇഷ്ടം പോലെ പണം നാട്ടിലെ ഈ ഭക്തരിൽ നിന്ന് ശേഖരിച്ച് താൻ സ്പോൺസറാണെന്ന് പറഞ്ഞ് അതൊക്കെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാണ് സംഭാവനകള് ക്ഷേത്രങ്ങൾ ഈ തന്ത്രപരമായും ആചാരപരമായുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ വിജയമില്ലാരാണ് അഡ്മിനിസ്ട്രേഷന് ബാധ്യതപ്പെട്ട ആളുകളുണ്ടല്ലോ. ഒറ്റ കാര്യം, ഇത് ഇന്ന് പുറത്തു വന്ന ഒരു വിവരം, ബാംഗ്ലൂരിൽ 2019 ഒരു പോസിറ്റീവ് സ്റ്റോറി അവിടുത്തെ ഒരു ന്യൂസ് പേപ്പറിൽ വന്നു. അത് ഈ ശബരിമലയിലേക്ക് സ്പോൺസർ ചെയ്ത ആളുകളെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. അതിൽ പറയുന്നത് ഈ 20 കൊല്ലം മുമ്പ് വിജയ് മല്യ ഒരു സ്പോൺസർഷിപ്പ് നടത്തി. അതിനുശേഷം വീണ്ടും ഈ ദ്വാരപാലക സംവിധാനത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്ന ആളെക്കുറിച്ചുള്ള 2 പേരാണ്, രമേശ് അനന്ത സുബ്രഹ്മണ്യം. 2 പേർ
ഉണ്ണിപ്പോറ്റി വഴിയാണ് ഈ സ്പോൺസർഷിപ്പ് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് വിജയ് മല്യ സംഭാവന ചെയ്തിട്ടുള്ള ആ ദ്വാരപാലക ശില്പത്തിന്റെ കവചമുണ്ടല്ലോ, അത് മാറ്റണമെന്നൊരു ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നത്തിൽ അയ്യപ്പൻ ദർശനം കൊടുത്ത് പറഞ്ഞത്രേ. തന്ത്രിയല്ല, ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്ന് പറഞ്ഞത്രേ, എൻ്റെ ദ്വാരപാലക ശില്പത്തിന്റെ ഭംഗി കുറഞ്ഞു, അല്ലെങ്കിൽ അത് മങ്ങിപ്പോയി, അതുകൊണ്ട് മാറ്റണമെന്ന്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുകയാണ്. ഉണ്ണിപ്പോറ്റി സ്പോൺസർമാരുണ്ടോ? അപ്പോൾ ഉണ്ണിപ്പോറ്റിയാണ് ഈ പറഞ്ഞ ബാംഗ്ലൂരിലെ 2 സ്പോൺസർമാരെ കൊണ്ടുവരുന്നത്. എന്നിട്ടോ അവർ ഹൈദരാബാദിൽ നിന്ന് ചെമ്പ് പാളി ഉണ്ടാക്കി, ആ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പ് പാളി സ്മാർട്ട് ക്രിയേഷൻ എന്ന ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ കൊണ്ടുവച്ചു. ഇതാണ് സംഭവിച്ചത് 2019. അപ്പോൾ ഈ അവിടെ അത്രയും കാലം ഇരുന്ന വിജയ് മല്യ സ്പോൺസർ ചെയ്ത അവിടുത്തെ ഈ പറഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ ഒറിജിനൽ പാളി ഉണ്ടല്ലോ, അതെവിടെ പോയി? അത് ആരോട് ചോദിക്കും? അത് ഇപ്പൊ ഈ സ്റ്റോറികളിൽ ഈ എന്താണ് ദേവസ്വം ബോർഡ് അംഗത്തിന്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്നു, അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞു, അതനുസരിച്ച് ഈ ഉണ്ണിപ്പോറ്റിയെ വിളിച്ചു എന്നൊക്കെയുള്ളത് സ്റ്റോറിയാണ്. അതിന്റെ വസ്തുത എന്താണെന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാം 2019 വന്ന വാർത്തയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫ്രോഡുകൾക്ക് ഇതുപോലുള്ള ഫ്രോഡുകൾക്ക് എങ്ങനെയാണ് ശബരിമല തന്ത്രിമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് തന്ത്രി കുടുംബവും ഇവരും തമ്മിലുള്ള ബന്ധം? ഒരു സംശയവുമില്ല, എനിക്കൊരു സംശയവുമില്ല. ഈ ശബരിമലയുടെ വിഗ്രഹപ്രതിഷ്ഠയും അവിടുത്തെ തന്ത്രസമുച്ചയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്താണ് അഭിലാഷേ, ആ സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടുത്തെ വിഗ്രഹങ്ങളുടെ സുപ്രീം അതോറിറ്റി അവിടെ എന്ത് നടക്കണമെങ്കിലും, അവിടെ സ്വർണത്തിൽ നിറമങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് അവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്, ഉത്തരവ് നൽകുന്നത് ഒരു സംശയവുമില്ല തന്ത്രിമാരാണ്. ഈ കവചത്തിന് സ്വർണം പൂശിയ കവചത്തിന് നിറമങ്ങിയിട്ടുണ്ട്, അതിന് പണി നടത്താൻ അനുമതി നൽകുന്നവരാണ്. വിഗ്രഹത്തെയോ ശ്രീകോവിലെ ഈ ദ്വാരപാലക സംവിധാനത്തെ ഒന്നും തൊട്ട് കളിക്കാൻ മറ്റാർക്കും അവകാശമില്ല. തന്ത്രിമാർ വിചാരിക്കണം എന്നാണ്. ഞാൻ എന്തായാലും 2019 വന്ന ഒരു വിവാദവും ഇല്ലാത്ത ഒരു പോസിറ്റീവ് സ്റ്റോറിയിലെ ചില വരികൾ വായിച്ചുകൊണ്ട് ഇടവേളയിലേക്ക് പോവാം. എ പ്രോമിനന്റ് ബിസിനസ്മാൻ ഫ്രം ഉൾസൂർ, വിനീത് ജെയിൻ, ഹാസ് കവേർഡ് 2 walls and 2 dormant deities measuring up to 50 square feet in gold, which was installed on the day of Tiruvanam. 20 years ago, businessman Vijay Mallya had offered these glazed genitals and walls to the temple. Recently, however, a Devasam board member was said to have been seen Ayyappa Swami in a dream, who said the gold plating be replaced. It was against this backdrop that the change has been affected. Devotees of Sri Rampura Ayyappa Swami temple in Bengaluru have joined hands to do this. എന്ന് പറഞ്ഞ അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് 2019 വന്ന ഒരു വാർത്ത ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മഹാസറിൽ ഒപ്പിട്ടിരിക്കുന്നത് തന്ത്രി, മേൽശാന്തി, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധം സ്ഥാപിക്കുന്നത് അദ്ദേഹം അവിടെ ശാന്തിപ്പണിക്ക് വന്നാണ്. അങ്ങനെ അവിടുത്തെ പുരോഹിതരുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ ബന്ധം. പിന്നെയാണ് അദ്ദേഹം ഈ ഭക്തി ഇടനിലക്കാരനായി മാറുന്നതും വലിയ വലിയ പുറത്തുള്ള ബിസിനസ്സുകാരുമായി ബന്ധം സ്ഥാപിച്ച് അവരെ കൊണ്ട് ശബരിമലയിലേക്ക് ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യിക്കുന്ന ഒരു പ്രമുഖനായി വളർന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പോറ്റിക്കാരുമായിട്ടാണ് ബന്ധം, തന്ത്രിയല്ലേ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്ന് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിനോട് എന്ത് പ്രതികരിക്കുന്നു? അവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായി ചോദിച്ചിരുന്നു. ഇത്തരത്തിൽ 2019 ഈ ദ്വാരപാലകരുടെ ശില്പം പുറത്തു കൊണ്ടുപോയപ്പോ ദേവസ്വം ബോർഡിന്റെ ശുപാർശ പ്രകാരം ദേവസ്വം സെക്രട്ടറി, ഗവൺമെന്റ് സെക്രട്ടറി ഉത്തരവിറക്കി നൽകിയിട്ടുണ്ടോ? ആ ഉത്തരവിൽ പറയുന്നത് കൊണ്ടുപോയത് ചെമ്പാണെന്ന് പറയുന്നുണ്ടോ? അങ്ങനെ തന്ത്രിക്കും മേൽശാന്തിക്കും കൂടെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്? സർക്കാർ ഉത്തരവിറക്കുമ്പോൾ തന്ത്രി മാത്രം വിചാരിച്ചാൽ ശബരിമലയിലെ ഏതെങ്കിലും ഭാഗം, ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാഗം സ്വയം പുറത്തു കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ല. അവിടെയാണ് ജനാധിപത്യപരമായി ദേവസ്വം ബോർഡ് രൂപീകൃതമായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് തന്ത്രി സ്വാഭാവികമായിട്ടും ദൈവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ശില്പവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിലും തന്ത്രിയുടെ വാക്കുണ്ട്, അത് വിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ട്. പക്ഷേ ഭരണപരമായി ചെയ്യേണ്ടത് അവിടുത്തെ ദേവസ്വം ബോർഡാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് എന്ന് ഞാൻ KT കുഞ്ഞിക്കണ്ണനെ വളരെ ബഹുമാനപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നേ. രണ്ടാമത്തേത്, അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിച്ചുകൊണ്ട് എന്തിനായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പരസ്യമായി പ്രസിഡന്റ് ശ്രീ പത്മകുമാർ പരസ്യമായി രംഗത്ത് വന്നത്? ശ്രീ കുഞ്ഞിക്കണ്ണൻ മറുപടി പറയണ്ടേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ അപ്പോഴേ പറയാമായിരുന്നില്ല, മുൻ പ്രസിഡന്റ് കാലത്താണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, തന്ത്രിയും മേൽശാന്തി കൂടെ ചെയ്തതാണ്, ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതിന് പകരം
എന്തിനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്യേണ്ട കാര്യമില്ല, അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നതെന്ന് കുഞ്ഞിക്കണ്ഠൻ പറയണം. പറയൂന്നേ, എന്തിനാ പറഞ്ഞത്? അപ്പോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് അതിൻ്റെതായ പങ്കുണ്ട്. ദേവസ്വം ബോർഡിന്റെ പങ്ക് മാത്രമല്ല, അതിൽ ദേവസ്വം വകുപ്പിന് പങ്കുണ്ട്. ഞാൻ അത് തന്നെയാണ് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ദേവസ്വം മനിൽ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ലേ, ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ആ കോമ്പൗണ്ടിൽ വെച്ചാണ്, ആ പരിസരത്ത് വെച്ചാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. ഇതിന്റെ ചുറ്റും എന്താ പറയുന്നത്, ശ്രീകോവിലിന്റെ റൂഫും അതുപോലെ തന്നെ ദ്വാരപാലകരുടെ ശില്പവും ഒക്കെയാണ് ശ്രീ വിജയ് മല്യ സ്വർണ്ണം പൂശി നൽകിയത്. സ്വർണ്ണം പൂശി നൽകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ദ്വാരപാലകരുടെ ശില്പമൊക്കെ യഥാർത്ഥത്തിൽ കല്ലിലുള്ളതാണ്. അതിൽ സ്വർണ്ണം പൂശണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിന് ചെമ്പ് പാളി കൊണ്ട് അതിന് ഒരു കവചം ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് പുറത്തെ സ്വർണ്ണം പൂശാൻ കഴിയൂ. ആ സ്വർണ്ണം പൂശുന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി എങ്ങനെയായിരുന്നു എന്നും പേപ്പർ കനത്തിലേക്ക് എങ്ങനെയാണ് സ്വർണ്ണം മാറ്റുന്നതെന്നൊക്കെ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ആ ചെമ്പ് പാളിയുടെ പുറത്ത് കൃത്യമായി 34 കിലോയോളം സ്വർണം പൂശിയിട്ടുണ്ട്, അതിന്റെ റൂഫിലും അതുപോലെ തന്നെ ഈ ദ്വാരപാലകരുടെ ശില്പത്തിലും എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ തെളിവുകൾ ഉണ്ടാണ്. പക്ഷെ ആ രേഖ പോലും ഇപ്പം ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടില്ലാത്തത് തന്ത്രി എടുത്ത് മാറ്റുന്നതാണോ? ഇത്തരത്തിൽ രേഖ സൂക്ഷിക്കുന്നത് തന്ത്രിമാരാണോ? അപ്പൊ ദേവസ്വം ബോർഡിൽ ഉണ്ടാകുന്ന രേഖകൾ ഇല്ലാതാകുന്നത്, 99-ൽ ഇത്തരത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലും അവിടെ ഇല്ലാതാകുന്നതിന്റെ ഉത്തരവാദിത്വം ആരാണ്? കുഞ്ഞിക്കണ്ണൻ ഒന്ന് പറഞ്ഞേ. അപ്പോ ഒന്നും പറയാൻ പാടില്ല, ഇതെല്ലാം തന്ത്രിയുടെ വക. അങ്ങനെ ഒന്നും കൈ കഴുകാൻ കഴിയില്ല കുഞ്ഞിക്കണ്ണൻ. ഇതിന്റെ പിന്നിൽ ഇനി ഞാൻ ഒന്നുകൂടെ വളരെ ഗൗരവമുള്ളൊരു ആക്ഷേപം കൂടി ഞാൻ പറയട്ടെ അഭിലാഷേ. എന്നായി നടക്കുന്നത് 2019 അല്ലേ? ഈ 2019 ഇത് നടക്കുമ്പോൾ ഈ ദേവസ്വം ബോർഡ് മെമ്പറെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഉൾവിളി ഉണ്ടായി, അദ്ദേഹം സ്വപ്നം കണ്ടു, അതിന്റെ പേരിലാണ് ഇത് ചെയ്തതെന്നും. അതുകൊണ്ട് അഭിലാഷ് മനസ്സിലാക്കേണ്ട, അതുകൊണ്ട് എന്താ, ശ്രീ വിജയ് മല്യ സ്വർണം പൂശി നൽകിയിരുന്ന ചെമ്പുപാളി കൊണ്ടുപോയിട്ട് ആ ചെമ്പുപാളി എടുത്തു മാറ്റിയെന്നും പകരം പിന്നീട് വേറെ ഉണ്ടാക്കിയെന്നും അത് ചെന്നൈയിൽ കൊണ്ടുവന്ന് സ്വർണം പൂശിയെന്നല്ലേ ഇപ്പൊ വന്നിരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയത് എങ്ങോട്ട് പോയി എന്ന് പറയണ്ടേ? അപ്പൊ അവിടെ പറയുന്നതാ, ഇങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർക്ക് ഉൾവിളി ഉണ്ടായി. അന്ന് ആ കാലഘട്ടത്തിലുള്ള ദേവസ്വം ബോർഡ് മെമ്പറുടെ മകൻ ഇപ്പോ ഈ സംസ്ഥാനത്തെ പോലീസ്, ഞാൻ സബ്ജക്ട് കറക്ഷൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് അഭിലാഷിന് അറിയാമോ? ഒരു ദേവസ്വം അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ആ കാലഘട്ടത്തിലാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഇന്ന് ഈ സംസ്ഥാനത്തെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോ ഗൗരവമുള്ള വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴും ഞാൻ വീണ്ടും കുഞ്ഞിക്കണ്ണനോട് ചോദിക്കുന്നു, ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് വന്നത് എപ്പോഴാണ്, എങ്ങനെയാ പുറത്തു വന്നിട്ടുള്ളത്? അത് വരാനിടയായ സാഹചര്യം ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ തുടർച്ചയായി ഇത് ചെയ്തപ്പോ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തതിന്റെ പേരിൽ ഹൈക്കോടതി ഇടപെടലിനെ കുറിച്ച് പുറത്തു വന്നേ, അല്ലാതെ ദേവസ്വം വകുപ്പോ ദേവസ്വം ബോർഡോ കണ്ടെത്തിയതല്ല. അവിടെയാണ് കൂടുതൽ ദുരൂഹമാകുന്നത്. തന്ത്രി മാത്രം വിചാരിച്ചാൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മേൽശാന്തി മാത്രം വിചാരിച്ച് ചെയ്താണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്കണ്ണൻ എങ്ങനെയാ പുറത്തു പോകാൻ കഴിയുക? ശരി, എന്തിനാ ദേവസ്വം ബോർഡ്, എന്തിനാ ദേവസ്വം വകുപ്പ്, എന്തിനാ ദേവസ്വം മന്ത്രി? അത് മൗലികമായ ചോദ്യമാണ്. ആ കൂട്ടുത്തരവാദിത്തത്തിൽ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. ഇവിടെ ഞാൻ പ്രശംസിക്കുന്നത് ഒരു ദൈവ നിയോഗം പോലെ ഇത്തരത്തിലൊരു ദേവസ്വം ബോർഡിന് സ്പെഷ്യൽ ബെഞ്ച് ഉണ്ടാകുകയും ആ സ്പെഷ്യൽ ബെഞ്ചിന് ഒരു സ്പെഷ്യൽ കമ്മീഷണറെ വെക്കുകയും, സ്പെഷ്യൽ കമ്മീഷണർമാർ വന്നിട്ടുണ്ടാകാം, ആ സ്പെഷ്യൽ കമ്മീഷണറുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് 2ാം തവണയെങ്കിലും ഈ തട്ടിപ്പ് നടക്കാതെ പോയത് എന്നത് നമ്മുടെ മുമ്പിൽ വസ്തുതയായി നിലനിൽക്കുകയല്ലേ? അപ്പോഴെങ്കിലും സർക്കാർ മറുപടി പറയണ്ടേ? തന്ത്രി കുടുംബത്തെയോ തന്ത്രി കുടുംബത്തെയോ അവിടെ ഒരു വർഷത്തേക്ക് മാത്രം തെരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം അവരുടെ മാത്രം ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു CPM-ന്റെ പ്രതിനിധിക്ക് എങ്ങനെയാണ് ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? മറുപടി പറയണ്ടേ? ശരി, അതാണ് ചോദ്യം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, 30.3 കിലോഗ്രാം സ്വർണമാണ് വിജയ് മല്യ ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് സ്വർണം കവചം ചെയ്തത് ശ്രീകോവിലിന്റെ മേൽക്കൂര, 4 നാഗരൂപങ്ങൾ ഉൾപ്പെടെ, സീലിംഗ്, ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, 2 ആർച്ചുകൾ, കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ഉപക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളായ കന്നിമൂല ഗണപതിയുടെയും നാഗരാജാവിനെയും 2 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 2 ദ്വാരപാലകന്മാർ, ശ്രീകോവിലിലെ 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, ഇത്രയും കാര്യങ്ങളാണ് അന്ന് സ്വർണം കൊണ്ട് കവചം ചെയ്തത്. ആകെ ഉപയോഗിച്ചത് 30.3 കിലോ സ്വർണം. ഇതിലെ ഈ ദ്വാരപാലകന്റെ പ്രതിമയ്ക്ക് മുകളിലുള്ള കവചത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് കാണാതെ പോയത്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയുമൊക്കെ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സംബന്ധിച്ച കണക്ക് ഇതാ എത്ര, എവിടെ, എങ്ങനെ എന്നതിൻ്റെ കണക്ക് ഒരു രജിസ്റ്ററിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കൊണ്ടുപോയി എന്നുള്ളതിനപ്പുറത്ത് ഇതിൻ്റെ തൂക്കം, എവിടെ, എത്ര തുടങ്ങിയ കാര്യങ്ങളുടെ കണക്ക് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇത് കേവല വീഴ്ച, ഇതൊക്കെ ഇങ്ങനെ ദേവസ്വം ബോർഡുകളിലൊക്കെ മുറ പോലെ നടക്കുന്നു എന്നുള്ളത് കാണണോ, അതോ അതിനപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യമോ ഉണ്ടാകുമോ? അതിനപ്പുറത്തുള്ള കൊള്ളയാണെന്ന്
കേരളത്തിലെ ക്ഷേത്രങ്ങളെ, ക്ഷേത്ര സ്വത്തുക്കളെ കൊള്ള ചെയ്യുന്ന കൊള്ള സംഘമാണ് ഈ ദേവസ്വം ബോർഡ്. അവർക്ക് ക്ഷേത്രത്തോട് താല്പര്യമില്ല. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തോട് അല്പം താല്പര്യമുള്ള ആൾക്കാരാണ്. CPM-ൻ്റെ ആൾക്കാരായപ്പോൾ ക്ഷേത്രത്തോട് യാതൊരു താല്പര്യവുമില്ല. ശബരിമല വരെ കയറി ശബരിമല അയ്യപ്പന് നട തുറക്കുമ്പോൾ ശബരിമല അയ്യപ്പന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്ത് ഒഴിച്ചു കൊടുക്കുന്ന തീർത്ഥം നിലത്തൊഴിച്ചു കളയുന്ന തന്ത്രിയായിരുന്നു. ശബരിമല ക്ഷേത്രത്തിലേക്ക് അർദ്ധരാത്രിയുടെ യാമത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ ആചാരം തകർക്കാനുള്ള ശ്രമം നടത്തിയ ഗവൺമെൻറ്റാണ്. അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് ഇത് കൊള്ള സംഘമാണ്. ഒന്നാമത്തെ കാര്യം കൊള്ള സംഘം. രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ രസകരമായി പറയാം. ഈ KT കുഞ്ഞുകണ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗം ഈ ആചാരത്തിനും ക്ഷേത്രത്തിനും ഹിന്ദുക്കൾക്കും ക്ഷേത്രവിശ്വാസികൾക്കും ഒക്കെ എതിരായി സംസാരിച്ചു നിന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്ന് പറയാണ് തന്ത്രിയാണ് ഇതിന് കുറ്റക്കാരൻ. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്ക് തന്ത്രിയുടെ ചുമതല എന്താണെന്ന് അറിയോ? നിങ്ങൾ ഈ AKG സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂൾ വിഴുങ്ങിയിട്ട് വായി തോന്നുന്നു പറയല്ലേ. തന്ത്രി എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ തന്ത്രിയോട് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. തന്ത്രി സ്പിരിച്വൽ ഹെഡാണ്. തന്ത്രി എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹെഡാണ്. അവിടുത്തെ പൂജാവിധിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്ത്രിയോട് ചോദിക്കണം. അവിടുത്തെ പൂജയ്ക്ക് മാറ്റം വന്നാൽ അത് തന്ത്രിയോട് ചോദിക്കണം. അവിടുത്തെ പൂജയുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ അത് തന്ത്രിയോട് ചോദിക്കണം. പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, ആരൊക്കെ കാവൽക്കാരെ നിശ്ചയിക്കണം, ഏതൊക്കെ കാവൽക്കാർ വരണം, എന്തിനൊക്കെ ക്യാമറ വെക്കണം, ഇതൊന്നും തന്ത്രിയോട് അനുവാദം ആവശ്യമില്ല. പക്ഷെ തന്ത്രിയോട് ചോദിക്കും. ആ ബോർഡിൽ ഒരു പക്ഷേ തന്ത്രി ഉണ്ടാവും. പക്ഷെ തന്ത്രിയല്ല അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഒരല്പം നാണം വേണ്ട ഇങ്ങനെ പറയാൻ. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ബോർഡല്ലേ മിസ്റ്റർ KT കുഞ്ഞുകണ്ണൻ ഈ സാധനം കൊടുത്തയച്ചത്. അല്ലാതെ ആരും അറിയാതെ നിങ്ങൾ തെരുവിൽ അർദ്ധരാത്രിയുടെ യാമത്തിൽ അവിടെ 2 യുവതികളെ കയറ്റിയ പോലെ തന്ത്രി രാത്രി ഈ ഇയാളുടെ കയ്യിൽ, ഈ പോറ്റിയുടെ കയ്യിൽ എടുത്തു കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തും മര്യാദകളാണ് മിസ്റ്റർ ഇത് പറയുന്നത്? വാസ്തവത്തിൽ ഈ പോറ്റി അടക്കമുള്ള ഈ കള്ളന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഗോപാലകൃഷ്ണൻ എവിടുന്ന രേഖ കാണിക്കാൻ. ഞാൻ സബ്ജക്റ്റ് ടു കറക്ഷനിലാണ് പറഞ്ഞത് അഭിലാഷിനോട്. കേരളത്തിലെ മാതൃഭൂമി പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം, അതിൻ്റെ ഓൺലൈന്, ആ ഓൺലൈൻ ഇന്ന് ഇറക്കിയിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ശരിയോ തെറ്റോ എനിക്കറിയില്ല, ഞാനത് ശരിയാന്ന് പറയുന്നില്ല. പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു മുഖ പത്രത്തിൻ്റെ ഓൺലൈൻ, ആ ഓൺലൈനിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ ഇദ്ദേഹവും നമ്മുടെ പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അത് ശരിയാണോ അല്ലയോ എനിക്കറിയില്ല, സബ്ജക്റ്റ് ടു കറക്ഷൻ. പക്ഷെ കാണിക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശരി ഞാൻ പറയണേ, ഞാൻ ചോദിക്കട്ടെ, പല ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ വളരെ രഹസ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പിണറായി വിജയനും മാത്രമായി നിന്ന് സംസാരിക്കുമോ? ആ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചെയ്യുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയും പിണറായി വിജയനും മാത്രം നിന്ന് സംസാരിക്കുന്നതാണ്, പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രമാണ് ആ ഓൺലൈൻ വന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ പത്രം. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് മാത്രമാണ് കണ്ടത്. ഇത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ശബരിമലയിലെ, ഒരു മിനിറ്റ് ഞാനിപ്പോൾ തീർക്കാം, അദ്ദേഹത്തിന് സംശയം ഉണ്ടല്ലോ, അതറിയാൻ വേണ്ടി ഞാൻ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാളുമായി സംസാരിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇയാൾക്ക് ഈ ബന്ധമുണ്ടെന്നാണ്. അയാൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഈ തക്കട തരികട തല്ലിപ്പൊളിക്ക് അയാളൊരു ഏജന്റാണ്. ആരുടെ ഏജന്റാ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ഏജന്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ചെമ്പ് ഇപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അതും നിങ്ങൾ സബ്ജക്റ്റ് ടു കറക്ഷൻ ആക്കിക്കോളൂ. ഈ സ്വർണം പൂശി എന്ന് പറയുന്നത് ശരിയാണോ? ചെമ്പിൽ സ്വർണം പൂശിയിട്ടാണോ വിജയ മല്യ കൊടുത്തത്? അതോ സ്വർണത്തിന്റെ പാളിയായിരുന്നു? പാളി എന്നാണ്. ആ കവചം എവിടെ പോയി? അതെ, എന്റെ പോയിന്റ് അതാണ്. ആ സ്വർണത്തിന്റെ കവചം കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ അത് കവചമാണോ, സ്വർണം പൂശിയതാണോ, അത് ചെമ്പാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ദേവസ്വം ബോർഡിനല്ലേ? ഇനി അതേ ദേവസ്വം ബോർഡ് ഈ തെറ്റുവരുത്തിയവനെ, 40 ദിവസം വൈകിച്ചവനെ, ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചവനെ, ഇത് കൊണ്ടുപോയ ഒരുത്തനെ വീണ്ടും ഇപ്പോൾ എടുത്തു കൊടുക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ അവന് തന്നെ ഇത് എടുത്തു കൊടുക്കണമെങ്കിൽ ഇതൊക്കെ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? എൻ്റെ കുഞ്ഞു കണ്ണ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ?
കുഞ്ഞിക്കണ്ണൻ ഇരുന്ന് തന്ത്രിയെ തെറി പറയുമ്പോൾ ഇത് എടുത്തോണ്ട് പോയി വീണ്ടും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബന്ധമില്ലേ? ഞാനിവിടെ മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് വളരെ ശക്തമായി പറയാൻ ആഗ്രഹിക്കുക, ശബരിമലയിലെ ഈ ദേവസ്വം പ്രസിഡന്റിന്റെ ഏജന്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയാ, ശരി, ആ പ്രസിഡന്റ് അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. ശരി, കൊണ്ടുപോകാൻ കഴിയില്ല. ശരി, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പ്രസിഡന്റിനാണ്. പ്രസിഡന്റിനാകുമ്പോൾ അത് മന്ത്രിക്കാണ്, ദേവസ്വം വകുപ്പിനാണ്. അതുകൊണ്ടാണ് ഇത് ഗവൺമെന്റിന് എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ചോദിക്കാൻ പറയാൻ ആരുമില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് എന്ന അവസ്ഥയാണല്ലോ ഇത്. ഭൂമി പോകുക, ആചാരം പോവുക, ക്ഷേത്രം പോവുക, ക്ഷേത്ര സ്വത്ത് പോവുക, എന്നിട്ട് വന്നിരുന്നത് തന്ത്രേ തെറി പറയും. ഒരു മര്യാദയല്ല മിസ്റ്റർ നിങ്ങൾക്ക്? ശരി, അതാണ് ഗോപാലകൃഷ്ണൻ ആരോപണം. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതിപ്പോ ഒരു തവണ സംഭവിച്ചത് എന്നുള്ളത് മാത്രമല്ല, 2019 ദേവസ്വം ബോർഡ് മെമ്പർക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടിയതോ അല്ലാതെയോ എങ്ങനെയായാലും 2019 ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ, അതായത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പ്രഭ മങ്ങിയപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. റിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവ് അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെലവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വത്തിലുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മേൽനോട്ടം മാത്രമേ തിരുവാഭരണ കമ്മീഷണർക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടോ അവിടെ നടക്കുന്ന മിക്ക കാര്യങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ്. ഇതാ ഇപ്പോൾ 2019 കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് 2025 ആയല്ലോ. 2025 ഇത് വീണ്ടും റിപ്പയർ ചെയ്യണം. വീണ്ടും റിപ്പയർ ചെയ്യാൻ ആരാ പോകുന്നത്? ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പോട്ടെ. ശബരിമല അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ ഈ ശ്രീകോവിലിന്റെ വാതില് അതിന്റെ സ്വർണം ഘടിപ്പിച്ച വാതിൽ, അത് ബാംഗ്ലൂരിൽ നിന്ന് പൂജ കഴിഞ്ഞ് അത് അറേഞ്ച് ചെയ്യുന്ന അതും ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ നമ്മൾ തന്ത്രി, മേൽശാന്തി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്ത, ഈ പദവികളൊന്നും ഇല്ലാത്തൊരു പ്രത്യേക അധികാര കേന്ദ്രമായ ഒരു പോറ്റി എങ്ങനെയാണ് ഈ ശബരിമലയെ നയിക്കുക എന്നുള്ളത് ആശ്ചര്യജനകമാണ്. അഭിലാഷേ, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ശബരിമലയുമായി ബന്ധപ്പെട്ട അവിടെ ഭക്തർ സമർപ്പിച്ച എല്ലാ സാധനങ്ങളുമായി സംബന്ധിച്ച എല്ലാ കണക്കുകളും അവിടെയുണ്ട്. ഈ രേഖകളെല്ലാം ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഉള്ളത്? വിജിലൻസ് സെക്യൂരിറ്റി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ കൈകളാണ്. അതൊക്കെ പരിശോധിച്ച് ഇതിലെവിടെയാണ്, ആരാണ് അപരാധി, ആരാണ് ഇതിൽ കളിച്ചത്, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരാൻ പോവുകയാണ്. അത്തരം ആളുകൾക്കെതിരായിട്ട് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയും അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ചർച്ചയിൽ ഹിന്ദുവിൻ്റെ ആളാകാൻ ഗോപാലകൃഷ്ണൻ നോക്കണ്ട. എന്ത് ഹിന്ദുവിൻ്റെ ആളാണ് ഈ BJP? നിങ്ങൾ ഹിന്ദുവിന്റെ ആളല്ല, ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്കെതിരായി തിരിച്ചുവിടുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ആളുകളാണ്. നിങ്ങൾക്ക് ദൈവത്തിലും ഭക്തിയിലും, ദൈവവിശ്വാസത്തിലും ഭക്തിയിലും ഒന്നല്ല കാര്യം. നിങ്ങൾക്ക് സമൂഹത്തിൽ വിദ്വേഷവും വിഭജനവും പടർത്തുന്നതിനാണ് താല്പര്യം. ആ വിദ്വേഷവും വിഭജനവും പടർത്തുന്ന ആളുകൾ നിങ്ങൾ വലിയ ഹിന്ദുക്കളാണെന്ന് ഇത്തരം ചർച്ചകൾ വന്നിട്ട് ആദ്യം പറഞ്ഞെന്താണ്? എനിക്ക് തെളിവുണ്ട്, എന്റെ കയ്യിൽ വിവരമുണ്ട്. ഇപ്പോൾ പറയുന്നത് ഒരു ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്തയാണ്. അങ്ങ് പറഞ്ഞപ്പോൾ ശരി, അദ്ദേഹത്തിന് മറുപടി പറയട്ടെ. ഞാൻ അങ്ങേക്ക് അവസരം തരാം. അദ്ദേഹം അങ്ങ് പറഞ്ഞപ്പോൾ ഇടപെട്ടിട്ടില്ലല്ലോ. ശ്രീ കെറ്റി പറയൂ. ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ഈ ചർച്ച കേൾക്കുന്ന ആൾക്കാരൊക്കെ ഗോപാലകൃഷ്ണ ഹിന്ദുവിന്റെ ആളായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല. മുസ്ലിം വിരുദ്ധത പടർത്തി ഇവിടെ നൃശംസനീയമായ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിന് ശ്രീരാമനെയും അതിന് അനുമാനിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ പ്രതിനിധി മാത്രമാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ അങ്ങനെ ഹിന്ദുക്കളുടെയും ഭക്തരുടെയും ഒന്നും ആളാകണ്ട. ശബരിമല ക്ഷേത്രത്തിൽ ഞാനിവിടെ തന്ത്രിയെ ആക്ഷേപിക്കുകയാണ്. ഞാനൊരു വസ്തുത പറയുകയാണത്. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലെ 3 വാതിലിനും ദ്വാരപാലകരുടെ കവചത്തിനും ഗണപതി നടയിലെ വാതിലിനും തകരാറുകൾ ഉണ്ടെന്നും അത് പരിഹരിക്കുമെന്ന് കാണിച്ച് ക്ഷേത്രം തന്ത്രിയാണ് കത്ത് നൽകുന്നത്. ഗോപാലകൃഷ്ണ, വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ, ശ്രീകോവിലിന്റെ കാര്യത്തിൽ തിരുവാഭരണ കമ്മീഷണർക്ക് അതിന്റെ ഭരണപരമായ ഉത്തരവാദിത്വമുണ്ട്. അതിന് മുകളിലുള്ള എല്ലാ നടപടിക്രമങ്ങൾക്കും ഗോപാലകൃഷ്ണൻ വലിയ ആത്മീയതയെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇവിടെ പൗരോഹിത്യം എന്ന് പറയുന്നത് കൃത്യമായ തന്ത്രവിധികളുടെ തന്ത്രസമുച്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. വിഗ്രഹത്തിന്റെ മുകളിൽ, വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്ന ശ്രീകോവിലിന്റെ മുകളിൽ ആർക്കും കൈവെക്കാൻ അവകാശമില്ല. അത് കൃത്യമായിട്ട് തന്ത്രിയുടെ ഉത്തരവാദിത്വം നടക്കുന്ന ഒരു കാര്യമാണ്. ക്ഷേത്രം തന്ത്രിയാണ് ഇത് നന്നാക്കാൻ അനുവാദം നൽകണമെന്ന്. അങ്ങനെ വന്നപ്പോൾ എന്താണ് ഇത്? നേരത്തെ ഇവിടെ ഈ ഇത്തരം വിഗ്രഹങ്ങൾ, ഇത്തരം പാളികളൊക്കെ ഇവിടെ സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിണറായി വിജയനും
ഇവിടുത്തെ ദേവസ്വം ബോർഡും ഒന്നും സംരക്ഷിക്കുന്നില്ല ഗോപാലകൃഷ്ണ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എന്താണ്? അയാൾ ആരാണ്? അയാൾ എങ്ങനെയാണ് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിലെ പുരോഹിത സമൂഹത്വവുമായി ചുറ്റിപ്പറ്റി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്? ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോകുന്ന കാര്യമാണ്. വെറുതെ പിണറായി വിജയനായിട്ട് കിട്ടാവുന്നെല്ലാം വാരി എറിയാമെന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങൾ വസ്തുത പറയണം. നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താണ്? എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ ചില ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ വിവരമുണ്ടായി. ആ വിവരം പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ എന്താണ്? കുഞ്ഞിക്കണ്ണൻ ആചാരങ്ങൾക്കെതിരായിട്ട്, ഞങ്ങൾ ആചാരങ്ങൾക്കെതിരായിട്ട് പറഞ്ഞവരല്ല, ഞങ്ങൾ വിശ്വാസികൾക്കെതിരായിട്ട് പറഞ്ഞവരല്ല. ഞങ്ങൾക്കൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് വെച്ച് ഞങ്ങൾ തെറ്റായ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ ഇവിടുത്തെ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് RSS ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്, ഈ സംഭവത്തിൽ ഒരു വിവരവുമില്ലാതെ ഒരു വസ്തുതയുമില്ലാതെ പിണറായി വിജയനെതിരായിട്ട് വെറുതെ അങ്ങ് എറിയാണോ? പിണറായി വിജയനെതിരായിട്ട് തെളിവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സംഭവത്തിൽ ദേവസ്വം ബോർഡിന് പിഴവ് പറ്റിയിട്ടുണ്ടോ? അവിടെ ഉത്തരവാദപ്പെട്ട തിരുവാഭരണ കമ്മീഷണർക്കോ അവിടുത്തെ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്കും പിഴവ് പറ്റിയിട്ടുണ്ടോ? അത് അന്വേഷിക്കണ്ടേ? ഈ വിജിലൻസിന്റെ മുമ്പിലാണ് അതുള്ളത്. അത് അന്വേഷിക്കുകയാണ്. അതിൽ ആർക്ക് തെറ്റുപറ്റിയാലും ആർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിലും കൃത്യമായ നടപടിയെടുക്കും. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഇതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഇത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഈ പ്രശ്നം ഉന്നയിക്കും. സ്വാഭാവികമായിട്ടും അയാൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ നിരങ്ങാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെട്ടു. അതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന്, അതിന്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന്, അതിന്റെ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ? അതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ച് വീഴ്ചകളുണ്ടെങ്കിൽ നടപടികൾ ശരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ CPM-നെ പ്രതികരിച്ച് ചർച്ചയിൽ വരുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു വസ്തുതയുമില്ലാത്ത ഇത്തരം ചർച്ചകളിലെ തെറ്റിദ്ധാരണ ഒരു പരമ്പരയുണ്ട്. KT കുഞ്ഞിക്കണ്ണൻ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന അന്ന് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന വ്യക്തി ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം തിരുവാഭരണ കമ്മീഷണർ ആയതിനു ശേഷം ചെന്നൈയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നത് ചെമ്പ് പാളികളായിരുന്നു. അദ്ദേഹം ഇത് കൊടുത്ത സമയത്ത് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല, കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത്. ചെന്നൈയിൽ ഈ പണി നടക്കുന്ന സ്ഥലത്ത് പോയി കാണുമ്പോൾ അത് ചെമ്പാണ്. ആ ചെമ്പിന് മേലിൽ സ്വർണം പൂശുകയാണ്, ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴുള്ള പ്രശ്നം, അതുവരെ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ കവചം ഉണ്ടല്ലോ, അതെവിടെ പോയി? അതല്ല തിരികെ വന്നിട്ടുള്ളത്. ഇത് ചെമ്പാണെന്ന ബോധ്യം അന്ന് തന്നെ ഉദ്യോഗസ്ഥർക്ക്, ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ടല്ലോ എന്ന് 2019. അത് എന്തുകൊണ്ടാണ് ആഭ്യന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് പരിശോധിക്കപ്പെടാതെ പോവുകയും ചെയ്തത്? എന്നിട്ട് പിന്നെയും 2025 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാൽ പിന്നെ നമുക്കിത് വീണ്ടും നന്നാക്കി കളയാമെന്ന് പറയുമ്പോൾ അത് വീണ്ടും നന്നാക്കാൻ അതേ സ്ഥാപനത്തിലേക്ക് തന്നെ പോകുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? അഭിലാഷേ, ആ കാര്യങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെവിടെ വീഴ്ചയുണ്ടെങ്കിലും എവിടെ തെറ്റുണ്ടെങ്കിലും കൃത്യമായ നടപടിയിലേക്ക് സർക്കാർ പോകും. ആ വീഴ്ചകളുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശവും എനിക്കില്ല. എനിക്കെന്താണ് അഭിലാഷ് പറയുന്ന രീതിയിൽ ഇന്ന ആളുകൾക്കാണ് തെറ്റുപറ്റിയത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് അന്വേഷണത്തിലാണ്. ഇതിൻ്റെ എല്ലാ രേഖകളും പരിശോധിക്കുന്നത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും ശേഖരം പരിശോധിച്ചിട്ടുണ്ട്. ആ വസ്തുക്കൾ സൂക്ഷിച്ച കമ്മീഷണറുടെ റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും. ചർച്ചയിലേക്ക് വേണ്ടി ജ്യോതികുമാർ ചാമക്കാല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴല്ലേ വില്ലനായത്? ഇദ്ദേഹം കഥയിലേക്ക് നായകനായി രംഗപ്രവേശം ചെയ്ത ആളാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം വന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നു. ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശിയപ്പോൾ പീഠങ്ങളും കൂടി ഞാൻ പണിത് കൊടുത്തിരുന്നു, പക്ഷെ ആ പീഠം ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കണക്കിൽ അങ്ങനെ ഒരു പീഠമില്ല, അങ്ങനെ ഒരു പീഠം ആർക്കും അറിയില്ല. അപ്പോൾ സ്വർണ്ണ പീഠം അടിച്ചുകൊണ്ട് പോയേ ദേവസ്വം കള്ളന്മാരാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ആരോപണത്തിനായിരുന്നു വലിയ ആക്കം. പക്ഷെ അതാ പിന്നീട് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുണ്ട്. ആദ്യം സ്വന്തം വീട്ടിൽ വെച്ചു, അത് പിന്നെ അന്വേഷണം വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയി സഹോദരിയുടെ വീട്ടിൽ വെച്ചു. എന്തായാലും കൈയോടുകൂടി പിടികൂടി. അപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വില്ലനാവുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് നായകനും വില്ലനും എന്ന് മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് പുറത്തു വരുമ്പോഴല്ലേ നമുക്ക് ബോധ്യപ്പെടൂ. അഭിലാഷ്, എന്നോടാണ് ചോദ്യം വിശ്വാസത്തിൽ തന്നെ ഞാൻ മറുപടി പറയട്ടെ. ഇവിടെ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. BJP-ക്കാർ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നടന്നുള്ള സംസ്ഥാനത്തെ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അക്രമ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരിയാണ്, അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയമായി മുതലെടുപ്പ് ആരും നടത്തിയാൽ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ മറ്റൊന്നുകൂടിയുണ്ട്. ഈ വിധി വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഘം വിളിച്ചു ചേർക്കാൻ കാണിച്ച മനസ്സ് അന്ന് കാണിച്ചില്ലല്ലോ.
വിധി വന്നപ്പോ തന്നെ ഇത്തരത്തിൽ 2 യുവതികളെ ശബരിമലയിൽ നിർബന്ധപൂർവ്വം കയറ്റിയതിന്റെ പങ്കാർക്കാണുള്ളത്. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പങ്കാർക്കാണുള്ളത്. ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് സർക്കാർ കൂടിയല്ലേ. അപ്പൊ സർക്കാരും BJPയും ഒരേ നാണയത്തിൽ 2 വശങ്ങളാണെന്ന് ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് അത്തരം കാര്യങ്ങളിൽ നിന്ന് കെ ടി കുഞ്ഞൊന്നും ഒഴിഞ്ഞു മാറാനേ കഴിയില്ല. നിങ്ങൾ അത് പറഞ്ഞാൽ ഈ 2 ഭാഗവും ഉണ്ട്. ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് നിങ്ങൾ 2 എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ വിഷയങ്ങളിലേക്ക് വരാം. നമ്മുടെ മുമ്പിൽ ഇപ്പൊ താങ്കൾ പറയുന്നത് പോലെ നമ്മുടെ മുമ്പിലുള്ള വളരെ കൃത്യമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നിന്ന് കൊണ്ടുപോയത് സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികൾ ഘടിപ്പിച്ച സ്വർണ്ണപ്പാളികൾ ഘടിപ്പിച്ച ദ്വാരപാലകരുടെ ബിംബമായിരുന്നു പുറത്തു കൊണ്ടുപോയത്, പ്രതിമകളായിരുന്നു പുറത്തു കൊണ്ടുപോയത് എന്നുള്ളത് തർക്കമില്ല. എന്നാൽ രേഖകളിൽ അത് ചെമ്പാണ് കൊണ്ടുപോയെന്ന് പറയുന്നു. പിന്നീട് ദേവസ്വം കമ്മീഷണർ ചെന്നൈയിൽ പോയി നോക്കുമ്പോൾ അത് ചെമ്പാണെന്ന് കാണുന്നു. ഫിസിക്കലി ബോധ്യപ്പെടുന്നത് അവിടെ വെച്ച് മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്വർണം പൂശിയ സാധനം പുറത്തു പോകുന്നു. പിന്നീട് അതിന് പകരം വേറെ ചില സാധനങ്ങൾ ചെന്നൈയിലേക്ക് വരുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമാണല്ലോ. അപ്പൊ ഇതിനിടയ്ക്കാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഇനി എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറവ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ കുറവിനെ സംബന്ധിച്ച്, തൂക്കത്തെ സംബന്ധിച്ച് അളന്നെടുക്കാനുള്ള ഉത്തരവാദിത്വം തന്ത്രിക്ക് തന്നെയാണോ? ദേവസ്വം ബോർഡ് പിന്നെ എന്തിനായിരിക്കുന്നേ? അവിടെ ദേവസ്വം ബോർഡ് ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ അപ്പോ ദേവസ്വം ബോർഡ് ഇതിന്റെ ഭാഗമാണെന്നേ. ഇതിന്റെ ഇൻവെന്ററി സൂക്ഷിക്കാത്തതിന്റെ കുറ്റവാദം ഉണ്ടെന്നേ. ഇനി അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദേവസ്വം ബോർഡ് സർക്കാരും അന്വേഷിക്കും, ഞങ്ങൾ ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കും. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു? നിങ്ങളുടെ ഇന്റലിജൻസ് എവിടെയായിരുന്നു? ഈ സംസ്ഥാനത്ത് വിജയ് മല്യ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ സ്വർണം പൂശി കൊടുക്കാൻ ഇയാളെ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ ടെൻഡർ വിളിച്ചോ? അല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ വന്നു? അത് തന്ത്രി മാത്രം വിചാരിച്ചാൽ കഴിയുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ആര് പൂശിയെന്നോ എവിടെ കൊണ്ടുപോയെന്നോ 29 ദിവസം താമസിച്ചതിനെ സംബന്ധിച്ചോ സംസ്ഥാനത്തെ പോലീസ് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ടോ? അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? എന്തുകൊണ്ടാണ് ദേവസ്വത്തിന്റെ വിജിലൻസ് പോലും അന്വേഷിക്കാതിരുന്നത്? ദേവസ്വം വിജിലൻസ് എങ്കിലും അന്വേഷിക്കണ്ടേ അഭിലാഷേ? എന്തുകൊണ്ട് അന്വേഷിക്കാതിരുന്നത്? ഇപ്പോ കുഞ്ഞിക്കാൻ പറയുന്നു ഞങ്ങൾ ഇത് അന്വേഷിക്കും, കണ്ടെത്തും, ദേവസ്വം ബോർഡും സർക്കാരും കണ്ടെത്തും, ദേവസ്വം വകുപ്പും കണ്ടെത്തുന്നതാണ്. നിങ്ങളുടെ സഹായം ഇനി ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ചിട്ടല്ല ഈ വിഷയം പുറത്തു വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിൽ തുറന്നാ പുറത്തു വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് റിട്ടയർഡ് ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ സഹായം വേണമെങ്കിൽ കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ അതിന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി താങ്കൾ മറക്കരുത്. പക്ഷേ ഇത്രയും 2019 നടന്ന ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് പോലും ദേവസ്വം വിജിലൻസ് പോലും ഒരു വാചകം പറയാതിരിക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം അപ്രത്യക്ഷമാകുമ്പോഴേ വീണ്ടും 2025 അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ചോ ഇന്റലിജൻസോ അന്വേഷിക്കുന്നില്ല. മാത്രമല്ല 40 വർഷത്തെ വാറന്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് 6 വർഷം കഴിയുമ്പോൾ ഇത്തരത്തിലാകുന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. അതിനാരെയാ കുറ്റപ്പെടുത്തേണ്ടത്? ഉണ്ണികണ്ണൻ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? അപ്പൊ തീർച്ചയായും ദേവസ്വം ബോർഡിന് പങ്കുണ്ട്. ഇത് രാഷ്ട്രീയമായ ആരോപണമല്ല. നമ്മൾ തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ദേവസ്വം മന്ത്രിയുമായി ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പരസ്യമായി സംവാദിക്കാൻ തയ്യാറാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരസ്യമായി സംബന്ധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ. ശരി, മറുപടി ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ശ്രീ കെ ടി, സമയം അതിക്രമിക്കുന്നു. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ആർക്കും ശ്രീ ഗോപാലകൃഷ്ണൻ പറയാനുണ്ടെങ്കിൽ പറയാം. ഒരു സഹനം ഫൈനൽ റിമാർക്സ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കെ ടി കുഞ്ഞിക്കണ്ണനോട് പറയുന്നത്, കെ ടി കുഞ്ഞിക്കണ്ണനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒറ്റ കാര്യം കെ ടി കുഞ്ഞിക്കണ്ണനോട് പറയാനുണ്ട്. ഈ ഞാൻ പറയാം, അറബിക്കടലിന്റെ അടിയിലുള്ള മുഴുവൻ ചെളിവാരി CPM-നും പിണറായി വിജയന്റെ മുഖത്തെറിഞ്ഞാലും ശബരിമലയോട് നിങ്ങൾ ചെയ്ത അനീതിക്ക്, അധർമ്മത്തിന് പരിഹാരമല്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളില്ല സംഗമമായത്. ഹിന്ദുക്കൾ ആരുടെ കൂടെയാണെന്നൊക്കെ നാട്ടിലെ ജനങ്ങൾക്കും അയ്യപ്പന്മാർക്കും ആഗോള സംഗമം നടത്തിയവർക്കും അറിയാം. മാത്രം പറയാ, ഹൈക്കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാരെ അറിയിക്കരുത്. എന്റെ അഭിലാഷേ, ദേവസ്വം ബോർഡിന്റെ ചുമതലപ്പെട്ടവരെ അറിയിക്കരുത് ഹൈക്കോടതി പറഞ്ഞത്. അതിനർത്ഥം എന്താ? സംശയത്തിന്റെ നിഴലിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ. തന്ത്രിയാണെന്ന് പറയാൻ അല്പം ലജ്ജ വേണം എന്റെ സുഹൃത്തേ. അവസാനിപ്പിച്ചോളൂ. മറുപടി ഉണ്ടെങ്കിൽ പറയാം, അവസാനിപ്പിക്കാവുന്നത്. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും നിലപാട് വ്യക്തമാക്കി. കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് പങ്കുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകും. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിൽ ഈ ശബരിമലയും അപമാനിക്കാൻ ശ്രമിച്ചവരാണ് ഈ 2 കൂട്ടരും. വളരെ നന്ദി. 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ ബ്രാൻഡ് അവസാനിച്ചു. നമസ്കാരം.